ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് മുംബൈ സ്പെഷ്യൽ വടാപ്പാവ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ പൊട്ടറ്റോ ആണ് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: കടുക്, ജീരകം, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ചതച്ചത്, മല്ലി ചതച്ചത്, കരിയാപ്പില, കായപ്പൊടി, മല്ലിയില, മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഉലുവ ഇടുന്നു. ഉലുവ പൊട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ കടുകിടുന്നു. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മല്ലി, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റല്ല ചതച്ചത്, ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നു. അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി രണ്ടും ഇട്ട് ഇളക്കുന്നു. അതിലേക്ക് ഉപ്പിടുന്നു. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് പൊട്ടറ്റോ ചേർക്കുന്നത്. പൊട്ടറ്റോ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കരിയാപ്പിലയും ഇട്ട് കൊടുക്കുക. അത് ഇളക്കിയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് അതിൻ്റെ ഉപ്പൊന്ന് നോക്കേണ്ടതാണ്. കുറവാണെങ്കിൽ ലേശവും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കടലമാവ്, അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ ബീറ്റ് ചെയ്യുന്നു. 2-3 മിനിറ്റോളം അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കണം. എന്നാലേ അത് നമ്മൾ വറക്കുമ്പോൾ അത് മേളിലത്തെ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ബാറ്ററിൽ മുക്കി അതിനുശേഷം നമ്മൾ അതിനെ വറക്കുകയാണ്. അതിൻ്റെ തീ ശ്രദ്ധിക്കേണ്ടതാണ്. മീഡിയത്തിലിട്ട് വറക്കാം. അടുത്തതായിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇതിനുള്ള ചട്നി റെഡിയാക്കാൻ പോകുന്നു. ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ബാറ്ററിൻ്റെ ബാക്കിയാണ് യൂസ് ചെയ്യുന്നത്. അത് എഴുത്ത സ്പൂണിൻ്റെ അകത്ത് ഒഴിച്ച് അതിൽ കൂടെ അത് വറുത്തെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അത് വറക്കുമ്പോൾ നന്നായിട്ട് പൊടിക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വരെ അത് വറക്കണം. അത് കോരി മാറ്റി വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, വെളുത്തുള്ളി, ആവശ്യമെങ്കിൽ നമ്മൾക്ക് ഒരു പിടി കപ്പലണ്ടിയും കൂടെ ചേർക്കാവുന്നതാണ്. അതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നു. അടുത്തതായിട്ട് പ്ലേറ്റിംഗ്. നമ്മൾ പാവെടുത്ത് മുറിച്ച് അതിൻ്റെ മുകളിൽ ചട്നി പുരട്ടി വറുത്ത് വെച്ചിരിക്കുന്ന വട വെച്ച് വറുത്ത് വെച്ച ഗ്രീൻ ചില്ലിയും വെച്ച് നമ്മൾ കഴിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് പുതിന ചട്നി ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് മുംബൈ സ്പെഷ്യൽ നിങ്ങൾ ആവശ്യപ്പെട്ട വടാപ്പാവ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അതിൻ്റെ കമൻസ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.